ഒരു 2-3 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു കൂട്ട് വേണം എന്നൊക്കെയുള്ളൊരവസ്ഥ വന്നപ്പോൾ എൻ്റെ മകളും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും മറ്റുള്ള വീട്ടുകാരും ഒക്കെ കൂടി ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഒരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചു. അപ്പോൾ 10-20 സിനിമ ഒരുമിച്ച് ചെയ്തു എന്നുള്ളൊരു കുറവ് അല്ലെങ്കിൽ കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊന്നും സത്യസന്ധമായിട്ട് ഇവളുണ്ടാക്കിയ ഇവളുടെ പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശക്തമായിട്ട് ഒരു തീരുമാനമെടുത്തത്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മകൾക്ക് അത് 100% ഒന്ന് താത്തി അവർക്ക് കാണാൻ പറ്റും. മകൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഇതെല്ലാം വിതിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ്. ഇപ്പോൾ പല പടങ്ങളും എൻ്റെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും ഞങ്ങളുടെ കല്യാണം കുറേ കാലമായിട്ട് 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയാസിനെ വിളിച്ചു വരുത്തി നിങ്ങളോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അത് ഞാൻ ചെയ്തു. ഒരു തീരുമാനം ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടാണ് എടുത്തത്. അതാണ് ഇത്രയും ലളിതമായ ഒരു ചടങ്ങിൽ നമ്മളിങ്ങനെ ഒരു കല്യാണം നടത്തിയത്. എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളത് പറയാനുള്ളൂ. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ആവശ്യമാണ്. സോറി, അയ്യോ 3-4 പേര് അമ്മയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ആൾക്കാർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ ഇത്രയും കൂടുതൽ കല്യാണം ആരെയും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് നടന്നു അല്ലേ. വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ഒളിച്ചു കളിയോ അല്ലെങ്കിൽ ഒളിച്ചു കല്യാണമോ കാരണം ഒരു തീരുമാനമെടുത്തു. അത് കേരളത്തിലെ എല്ലാവരും കാണണം, അത് പറയാനുള്ള. കാരണം എന്നെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ കാവ്യം നിലനിർത്തുന്നത് എല്ലാം ഇവിടുത്തെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു, നിങ്ങളിത് ജനങ്ങളെ കാണിച്ചു. അപ്പോൾ ജനങ്ങളുടെയും മീഡിയാസിൻ്റെയും ഫുൾ സപ്പോർട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം. ഞാനാണ് അച്ഛനോട് പറഞ്ഞത് തന്നെ. സന്തോഷം. അതെ, താങ്ക് യു.